പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ തൃശ്ശൂരിലിരുന്ന് ചെമ്പ് ഗോപി പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാകും എന്നാണ്. സുരേഷ് ഗോപി ഒരു കാര്യം ഓർക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുരേഷ് ഗോപി അല്ല, അത് പിണറായി വിജയനാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രൻ അല്ല, അത് VD സതീശനാണ്, കോൺഗ്രസ്സുകാരനാണ്. എന്തായാലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല തന്നെ. ഇന്ത്യയിൽ ഫെഡറലിസം നിലനിൽക്കുന്നിടത്തോളം കാലം ആ പറഞ്ഞത് തന്നെയാണ്. പിന്നെ കേന്ദ്ര സർക്കാർ ഓൺലൈൻ വഴിയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് BJPക്കാർക്ക് ആ വിധത്തിൽ ആളുകളെയൊക്കെ ഓൺലൈൻ വഴി കൂട്ടിച്ചേർത്ത് ഞങ്ങൾ സംസ്ഥാനങ്ങളെ ബൈപ്പാസ് ചെയ്തു എന്ന് പറഞ്ഞ് അഹങ്കരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞ സംസ്ഥാനമായ കേരളം, പിന്നീട് തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും ഒക്കെ മാതൃക കാട്ടിക്കൊടുത്ത കേരളം, ആ കേരളം ഇപ്പോഴും അതുതന്നെ അടിവരയിട്ട് പറയുമ്പോൾ, സംശയത്തിന് ഇട നൽകാതെ പറയുമ്പോൾ, സുരേഷ് ഗോപി പറഞ്ഞാലൊന്നും മാറുന്നതല്ല ആ വാക്കിൻ്റെ ഉറപ്പ് എന്നുള്ളത് കേരള ജനത പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർ അതിന് തിരികെ ആ വാക്കു പറഞ്ഞയാളിന് പ്രതിഫലവും നൽകിയിട്ടുള്ളതാണ്. ആ പ്രതിഫലമാണ് പിണറായി വിജയൻ്റെ തുടർഭരണം. ഇപ്പോൾ CAA പ്രാബല്യത്തിൽ വരുന്ന അവസരത്തിൽ അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായി മാറുകയാണ്, ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതെന്ന പോലെ തന്നെ, കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വലിയ തരംഗമൊന്നുമില്ലെങ്കിലും UDFന് ഒരു മേൽക്കൈയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൽ നടക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ അതിന് പൊടുന്നനെ മാറ്റം വരികയാണ്. ഇപ്പോൾ CAA പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് UDF കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം CAA പ്രക്ഷോഭകാലത്ത് അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകൾ, പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച സമരങ്ങൾ, രാജ്യത്ത് ഈ CAA വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ കേരളം കാട്ടിയ മാതൃക, അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വലിയ തോതിൽ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള കൃത്യമായ പ്രതിഫലം പിണറായി വിജയന് കിട്ടിയെന്നും UDF നേതാക്കൾക്ക് നന്നായി അറിയാം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഭരണകൂടവും ഭരണകർത്താവുമാണ് കേരളത്തിലുള്ളത് എന്ന നിലയിൽ ചിന്തിച്ചു. 2021 റിസൾട്ട് നൽകുന്ന സൂചന അതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളും തന്നെയായിരുന്നു അങ്ങനെ ഒരു അനുകൂല അവസ്ഥ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് കാരണമായി മാറിയത്. നിയമസഭയിൽ പാസാക്കിയ പ്രമേയം, സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടം, സംസ്ഥാനമൊട്ടാകെ നടന്ന പ്രതിഷേധ പരിപാടികൾ, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഒരുമിച്ചിരുത്തി നടത്തിയ സമരം, രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒരുമിച്ചിരുന്നു. അന്ന് UDFനേക്കാൾ ഈ വിഷയത്തിൽ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള കരുത്ത് പിണറായി വിജയനും സർക്കാരിനും ഉണ്ട് എന്നുള്ള ധാരണ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായി. അത് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനുള്ള അവസരം ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അവർക്ക് വീണ് കിട്ടുന്ന ഒരു വലിയ അവസരമാണിത്, ഒരു സംശയവുമില്ല. പിണറായി വിജയൻ ആ നിയമം പ്രാബല്യത്തിലാകുന്നു എന്ന സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അടിവരയിട്ടു തന്നെ ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിൽ അത് നടപ്പിലാകില്ല എന്ന്. CAAയും അതിൻ്റെ പിന്നാലെ വരാൻ പോകുന്ന NPRും NRCയും ഒന്നും കേരളത്തിൽ ഞങ്ങൾ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല എന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും 2 വർഷത്തോളം കാലാവധിയുള്ള ഒരു സർക്കാരിൻ്റെ അമരക്കാരൻ പറയുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അതിനപ്പുറത്ത് വേറെന്തു വിശ്വാസമാണ് വേണ്ടത്? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളിലൂടെ, നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ, നിരന്തരമായ സമരപരിപാടികളിലൂടെ കേന്ദ്ര സർക്കാരിനെ പല ഘട്ടങ്ങളിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ
കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലും സുപ്രീം കോടതിയിൽ നടത്തിയ പോരാട്ടം നേടിയ വിജയമുണ്ടല്ലോ. അതെല്ലാം ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിൽ കേരള സർക്കാർ ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന ബോധ്യമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് പറഞ്ഞു നിന്ന ഇടത്തുനിന്ന് CAA നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നതോടെ LDF കൃത്യമായി അപ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങളിലെ വിജയം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ വെറുതെ ഒരു പ്രതീക്ഷയായി കണക്കാക്കുകയും വേണ്ട. ന്യൂനപക്ഷങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ് അതിന് മുമ്പത്തേക്കാൾ സീറ്റ് നേടുന്നതിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ സഹായിച്ച ഘടകം. നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതറിയാം. അതുപോലെ തന്നെ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നിന്ന മുസ്ലിം ലീഗിനെയും ജനങ്ങൾ കൈവെടിഞ്ഞില്ല. ന്യൂനപക്ഷ സമൂഹം വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന ഇടങ്ങളിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ തയ്യാറായതുമില്ല. കാരണം അവരും സുപ്രീം കോടതിയിൽ വലിയ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ അപ്പുറത്ത് വിശ്വസിക്കുന്നത്, ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തെയും മുസ്ലിം ലീഗിനെയുമാണ് എന്നതാണ് അവസ്ഥ. മുസ്ലിം ലീഗ് ഒരുപക്ഷെ കേരളത്തിൽ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറുമോ എന്നുള്ള സന്ദേഹം പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ. കാരണം ആ വിധത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായും ലീഗിന് അനുകൂലമായും ഉണ്ടായി. അതേ സാഹചര്യമാണിപ്പോൾ. ലീഗ് മത്സരിക്കുന്ന 2 സീറ്റിലും അവർക്കൊരുപക്ഷെ അപകടമുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റുള്ള ഇടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന ഇടങ്ങളിൽ പിണറായിയുടെ നിലപാട് ഒരു വലിയ ഘടകമായി മാറുക തന്നെ ചെയ്യും. മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങൾക്കൊരു നേതാവുണ്ട് എന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ടാകുന്നത് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമ്മൾ പ്രളയകാലത്തൊക്കെ അത് കണ്ടതാണ്. കോവിഡിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. കഴിഞ്ഞ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പോരാട്ടം അനിവാര്യമാകുന്ന ഘട്ടത്തിൽ കാലിടറി പോകാതെ, നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ഒരു നേതാവ് മുന്നിലുണ്ട് എന്ന ധാരണ ഉണ്ടായാൽ ആ നേതാവിനോടൊപ്പം മറ്റെല്ലാം മറന്ന് ജനം നിൽക്കും. അത് കേരളം കണ്ടതാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതാണ്. അതുതന്നെയാണ് ഇക്കുറിയും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ ഒരു ഷിഫ്റ്റ്. കോൺഗ്രസിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് മാത്രമായിരിക്കും ന്യൂനപക്ഷങ്ങൾ ആ നിലയിൽ, കോൺഗ്രസുകാരൻ എന്നുള്ള നിലയിൽ നിർലോഭമായ പിന്തുണ നൽകുക. ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പ്രശ്നമുണ്ടാകില്ല. ബാക്കി എല്ലായിടത്തും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 2021-ലേതുപോലെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ LDF-ന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ തെല്ലെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ, UDF കഴിഞ്ഞ ദിവസം വരെ നേടിയിരുന്ന ആ മേൽക്കോയ്മ നിലനിർത്തണമെങ്കിൽ വലിയ പ്രയാസം നേരിടും. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ മാജിക്ക് UDF കേന്ദ്രങ്ങൾ പുറത്തെടുക്കേണ്ടി വരും.